വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. മുത്തപ്പ ശരണം. എല്ലാവരെയും മുത്തപ്പൻ കാക്കുമാറാകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും മുത്തപ്പൻ തരുമാറാകട്ടെ. മറ്റെങ്ങും പോയാൽ തോന്നാത്ത ഒരു സംതൃപ്തി, മറ്റെങ്ങും തൊഴുതാൽ കിട്ടാത്ത ഒരു സന്തോഷം, അത് നമ്മളുടെ മുത്തപ്പനെ കണ്ട് ഒന്ന് തൊഴുത് അവിടെ ഞങ്ങളുടെ ദുഃഖങ്ങളൊന്ന് പറഞ്ഞ് മുത്തപ്പൻ ആ തലയ്ക്ക് കൈയൊന്ന് വെച്ച് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാം ശുഭമായി, എല്ലാം സന്തോഷമായി. മുത്തപ്പൻ്റെ ആ തിരുവചനങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതാണ് സംഭവിക്കുക. നീ ഇന്നത് ചെയ്തോളൂ എന്ന് മുത്തപ്പൻ പറഞ്ഞാൽ അതിന് മാറ്റമില്ല. കാരണം എന്താ? മഹാദേവനും മഹാവിഷ്ണുവും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇറങ്ങി വന്ന് തങ്ങളുടെ സന്താനങ്ങളെ കണ്ട് തങ്ങളുടെ മുതുമുത്തച്ഛന്മാരായി മാറി അവർക്ക് അവരുടെ ദുഃഖങ്ങൾ മാറ്റുവാനും അവരുടെ ദുരിതങ്ങൾ കേൾക്കുവാനും അതിനൊരു ശമനമുണ്ടാക്കുവാനും മറ്റ് യാതൊരു ക്രിയകളിലും വേണ്ടാതെ തങ്ങളാൽ തന്നെ അത് മാറ്റിക്കൊടുക്കുന്ന ഈ മുത്തപ്പനല്ലേ ലോകത്തിൻ്റെ ദൈവം, ഭക്തരുടെ ദൈവം ഈ മുത്തപ്പനല്ലേ. ഈ മുത്തപ്പൻ്റെ അടുത്തേക്കല്ലേ ആളുകൾ അതുകൊണ്ട് ഓടിയെത്തുന്നത്. ഒരു കൊത്ത് നാളികേരവും ഒരു പിടി പയറും കൊണ്ട് ഒരു ചാൻ വയറ് മുഴുവനായി നിറഞ്ഞ് സംതൃപ്തമായി എല്ലാ വിശപ്പും മാറ്റിത്തരുന്ന ആ സന്നിധിയല്ലേ അവൻ്റെ അഭയകേന്ദ്രം. അവിടെയല്ലാതെ ഈ ലോകത്ത് മറ്റെവിടെയാണ് അവന് അഭയം കൊള്ളേണ്ടത്? അവൻ്റെ ശരീരത്തിൻ്റെയും അവൻ്റെ മനസ്സിൻ്റെയും എല്ലാവിധ ദുഃഖങ്ങളും ആവശ്യങ്ങളും അവിടെ തീർത്തു തരുവാനായിട്ട് മുത്തപ്പൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവനങ്ങോട്ട് എത്തുക മാത്രമേ വേണ്ടൂ. അവിടെ ചെന്ന് ആ തിരുമഴി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ സമ്പൂർണമായി എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടെ തീരുകയാണ്. മുത്തപ്പൻ അവിടെ തീർക്കുകയാണ്. മുത്തപ്പ ശരണം.